ഒരു മഹാത്ഭുതം എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ദൃശ്യം. അതായത് വേൾഡ് വൈഡ് ആയിട്ടാണ് അതിന്റെ റൈറ്റ്സ് ഒക്കെ പോയിരുന്നത്. ചൈനയിലേക്ക് പോയി, ഒരുപാട് സ്ഥലത്ത് പോയി, ഇന്ത്യയിൽ തന്നെ പല ഭാഷയിലേക്ക് പോയി. ഇതിന്റെ പ്രധാനം ഒരാളെ കൊന്നു അത് മറയ്ക്കുന്നതാണോ വലിയ ഹീറോയിസ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാരക്ടേഴ്സോ ഈ സിനിമയുടെ പുറകിലുള്ള ആൾക്കാരോ ലഹരി വിൽപ്പന നടത്തുന്നില്ല. ഇവിടെ ലഹരി ഇവിടെ പടരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈ സിനിമയിലെ ആക്ടേഴ്സോ, ഈ സിനിമയല്ല, ഇതൊക്കെ എത്ര ലഹരിയൊക്കെ. നിങ്ങൾ സീസൺ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ? ഇല്ലേ? എത്ര വർഷം പഴയുള്ള സിനിമയാണ്. അതിൽ നമ്മൾ ലഹരി ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ അതാണല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടറുകൾ ഇപ്പോൾ മലയാളികൾ മാത്രമേ ഇതിനെ വിമർശിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന ഹിന്ദി സിനിമകളിലായാലോ, തമിഴ് സിനിമകളിലായാലോ, ഇംഗ്ലീഷ് സിനിമകളായാലോ, കൊറിയൻ സിനിമകളൊക്കെ എല്ലാവരും കാണുന്നതൊക്കെ, തെലുങ്ക് സിനിമകളായാലും വിമർശിക്കപ്പെടുന്നില്ല. അതായത് അപ്പോൾ ഈ സംവിധായകരുടെ ആയാലും എഴുത്തുകാരൻ്റെ ആയാലും ആ ഒരു ആക്ടിങ് വരുമ്പോഴും സിനിമയുടെ ഈ പറയുന്ന എന്താ പറയുക കണ്ടന്റ് വരുമ്പോൾ അതിന് എന്താ പറയുക അതിനൊരു നഷ്ടബോധം വരികയല്ലേ ചെയ്യുക. സിനിമയ്ക്ക് അത് നഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇങ്ങനത്തെ ക്യാരക്ടർ വരുമ്പോൾ. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇനിയും വരും. ആരൊക്കെ ഇങ്ങനെ കിടന്ന് വിമർശിച്ചാലും എന്തൊക്കെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും ഇനിയും വരും തീർച്ചയായിട്ടും. ഇപ്പോ ഏറ്റവും കൊട്ടി ഘോഷിച്ചിട്ടുള്ള, അതായത് മലയാള സിനിമയുടെ ഒരു മഹാത്ഭുതം എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ദൃശ്യം. അതായത് വേൾഡ് വൈഡ് ആയിട്ടാണ് അതിന്റെ റൈറ്റ്സ് ഒക്കെ പോയിരുന്നത്. ചൈനയിലേക്ക് പോയി, ഒരുപാട് സ്ഥലത്ത് പോയി, ഇന്ത്യയിൽ തന്നെ പല ഭാഷയിലേക്ക് പോയി. ഇതിന്റെ പ്രധാനം ഒരാളെ കൊന്നു അത് മറയ്ക്കുന്നതാണോ വലിയ ഹീറോയിസ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയല്ലല്ലോ അതിനെ കാണണ്ടേ. ഓക്കെ, ജനാധിപത്യപരമായിട്ട് ഒരാളെ കൊന്ന് ഒഴിച്ചു മൂടി അത് ഒളിപ്പിക്കുന്നത് ശരി, തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരു സിനിമയിൽ, ഒരു കഥയിൽ നമ്മളത് കാണുമ്പോൾ അത് അങ്ങനെയാക്കി എടുക്കുക. അങ്ങനെയാക്കി എടുത്തു ഇവിടെയുള്ളവര്. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. വിമർശിക്കുന്നവർ എന്തർത്ഥത്തിലാണ്, എന്ത് ഉദ്ദേശത്തിലാണ് വിമർശിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ വിമർശിക്കട്ടെ. പക്ഷെ ഇനിയും ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരും, ഇനിയും ഡ്രഗീസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരും, ഇനിയും കുടിയന്മാരായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരും. അതിന് നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, 16+ ആണെന്നുള്ളത് 13+ ആണ്. അപ്പൊ ആ ഏജിന് താഴേക്കുള്ള കുട്ടികളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുന്ന ഉത്തരവാദിത്വം ആരുടെയാ? അത് ഈ സിനിമയിലുള്ള ആൾക്കാരുടെ അല്ല, അത് ആ വീട്ടിലുള്ള പാരന്റ്സിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇനിയും വരും. ചിലപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനും ചെയ്യും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ അർത്ഥം എനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നല്ല. എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. എനിക്ക് കിട്ടുന്ന കഥാപാത്രത്തിനെ എനിക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇത്. അതിന് നാട് നന്നാക്കുക, ഇവിടെ ഒരു കിനാശേരി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കില്ല, സത്യമായിട്ടും ഇല്ല. അത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുള്ളതാണ്. നന്ദി, നമസ്കാരം. സിനിമയ്ക്ക് വേണ്ടി എങ്ങനെ ചെയ്തതാണ്?